വിശപ്പിന് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും മതമോ ജാതിയോ ഉണ്ടോ? ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു മലയാളിയോടും നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം പരസ്പരം സ്നേഹിച്ചും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് ജീവിച്ചും ശീലിച്ച ഒരു ജനതയാണ് നമ്മൾ. എന്നാൽ ഇന്ന് നമ്മുടെ നാട് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു സാധാരണക്കാരൻ തൻ്റെ ജീവിത മാർഗത്തിനായി നടത്തുന്ന വഴിയോര ബിരിയാണി കച്ചവടത്തിൻ്റെ പേരിൽ പോലും ഇവിടെ വർഗീയ വിഷം ചീറ്റാൻ ചിലർക്ക് മടിയില്ലാതായിരിക്കുന്നു. ഞാൻ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മാങ്കാംകുഴിയിൽ വെറും 100 രൂപയ്ക്ക് 2 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ബിരിയാണിയും മന്തിയും നൽകുന്ന സിദ്ദീഖ് എന്ന സാധാരണക്കാരൻ്റെ ഉസ്താദ് ബിരിയാണിയെക്കുറിച്ചാണ്. മഴയായാലും വെയിലായാലും ബസ് ജീവനക്കാരും സാധാരണക്കാരുമായ നൂറുകണക്കിന് യാത്രക്കാർ ദിവസവും കാത്തുനിൽക്കുന്ന ആ പാവമനുഷ്യൻ നൽകുന്ന ബിരിയാണിക്ക് നേരെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘികൾ കടുത്ത വിദ്വേഷ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേവലം ആ കച്ചവടത്തിൻ്റെ പേര് ഉസ്താദ് ബിരിയാണി എന്നായിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സംഘികൾ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുകയാണ്. പന്തളം മാവേലിക്കര റൂട്ടിൽ മാങ്കാംകുഴി ഇരട്ടപ്പള്ളിക്കൂടത്തിന് സമീപമായിട്ടാണ് ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ വഴിയോര കച്ചവടം നടക്കുന്നത്. അടിപൊളി ഫുഡായിട്ടാണ് നിർത്തിയത്. നല്ലതായിട്ടാ എല്ലാരും വരുന്നേ. അടിപൊളിയാണ്. അതുകൊണ്ടാണ് പിന്നെ വന്ന് മേടിക്കുന്നത്. പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ്. നല്ല മഴയാണ്, പക്ഷെ മഴയായിട്ട് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. താങ്ക് യു മാഡം. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ച ഇത്ര ആട് ഗുണങ്ങളുള്ള കാരണം എന്താണ്? ഒരു പീസ് ചിക്കനും റൈസ് വയറ് നിറച്ച് 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് കുത്തിക്കോരിയാണ് ചോറ് കൊടുക്കുന്നത്. അറിഞ്ഞു വന്നേ 100 രൂപയുള്ളൂ. ഞാൻ സ്ഥിരം മേടിക്കുന്നത്, പണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്, ഉസ്താദാണ്. കുറെ പള്ളികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു. പിന്നെ അതിനുശേഷം ഗൾഫിൽ ഒരു 10-12 വർഷം ഗൾഫിൽ വെച്ച് പഠിച്ചതാണ് ഈ പാചകത്തിൻ്റെ കുറിച്ച്. ഹോട്ടൽ ഫീൽഡായിരുന്നു. 10-12 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന് ഞാൻ പിന്നെ പള്ളിയിൽ ജോലി കയറി. പിന്നെ അതിനുശേഷം എനിക്കൊരാഗ്രഹം, ഒരു പാചകത്തിൻ്റെ ഒരു സംരംഭം തുടങ്ങിയാലോ. അങ്ങനെ കുറേ വർഷത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മന്തി പരിപാടി തുടങ്ങിയത്. ആൾക്കാർ നല്ല സഹകരണം, കാത്തിരിക്കും. അതെ, എല്ലാവരും നല്ല സഹകരണമാണ്. ഇതിൽ ഞാനും വൈഫും കൂടെയാണ്. വൈഫിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ചായയും കടിയും കഴിക്കാൻ പോലും നല്ലൊരു തുകയാകും. അപ്പോഴാണ് വെറും 100 രൂപയ്ക്ക് 2 പേർക്ക് സുഖമായി കഴിക്കാനുള്ള ബിരിയാണിയും ചിക്കൻ മന്തിയും സിദ്ദീഖ് എന്ന ഈ മനുഷ്യൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വലിയ ലാഭമൊന്നും നോക്കാതെ സാധാരണക്കാരായ മനുഷ്യരുടെ വിശപ്പകറ്റാൻ അദ്ദേഹം നടത്തുന്ന ഈ കച്ചവടത്തിന് പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. ഉസ്താദ് വരുന്നതും കാത്ത് ആ വഴി കടന്നു പോകുന്ന KSRTCയും പ്രൈവറ്റ് ബസ് ജീവനക്കാർ മുതൽ സാധാരണക്കാരായ തൊഴിലാളികളും യാത്രക്കാരും വരെ അവിടെ വരി നിൽക്കാറുണ്ട്. വായിൽ വെള്ളമൂറുന്ന രുചിയും അദ്ദേഹത്തിൻ്റെ കൈപുണ്യവും അതിലുപരി കുറഞ്ഞ വിലയുമാണ് ഈ ബിരിയാണിയെ ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും ഇത്രയധികം ജനപ്രിയമാക്കിയത്. ഒരിക്കൽ കഴിച്ചവർ വീണ്ടും തേടിയെത്തുന്ന ആ സ്പെഷ്യൽ രുചി വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസമാണ്. ഇത്തരത്തിൽ ആരെയും പറ്റിക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ചാണ് സംഘികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ഹരീഷ് VV എന്ന വ്യക്തി സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. കച്ചവടത്തിലെ ലാഭേച്ഛയില്ലാത്ത മനസ്സിനെയും ആ നല്ല രുചിയെയും കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പ്. ആ ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ആലപ്പുഴ മാങ്കാംകുഴിയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദുണ്ട്. കാരണം അദ്ദേഹം വെറും 100 രൂപയ്ക്ക് വയറ് നിറച്ച് എല്ലാവർക്കും മന്തിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ ലാഭം ഉണ്ടായിരിക്കില്ല. കാരണം ഇന്നത്തെ ചിക്കൻ്റെ വിലയും മന്തി റൈസിൻ്റെ വിലയും എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും അദ്ദേഹം വില കൂട്ടാതെ തന്നെ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് മുടങ്ങാതെ ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. നിരവധി പള്ളികളിൽ ഉസ്താദായി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറിയുന്നവരും നാട്ടുകാരും വഴിപോക്കരും എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കച്ചവടം സൂപ്പർ വൈറലാക്കി. സത്യത്തിൽ 150 വാങ്ങിയാലും അദ്ദേഹത്തിന് കച്ചവടം നടക്കും. അതുപോലെയാണ് കുത്തി നിറച്ച് മന്തി റൈസ് അദ്ദേഹം വിൽക്കുന്നത്. എന്നിട്ടും അദ്ദേഹം വില കൂട്ടാൻ തയ്യാറല്ല. സമൂഹത്തിന് അദ്ദേഹം കൊടുക്കുന്നത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അമിത ലാഭം എടുക്കാതെ കൂടുതൽ ആളുകളിലേക്ക് നല്ല ഭക്ഷണം എത്തിക്കുക. ഒരു സുഹൃത്ത് മന്തി വരുന്ന വഴി വാങ്ങിക്കൊണ്ടു വന്നു. എന്ത് ടേസ്റ്റാണ്! ഒരിക്കൽ തീർച്ചയായും നേരിട്ട് പോയി വാങ്ങിക്കഴിക്കണം. ഇതുപോലെയുള്ള ഉസ്താദന്മാരാണ് നമുക്ക് മാതൃകയാക്കാൻ പറ്റും. സമൂഹത്തിൻ്റെ നാനാപാഠമുള്ള എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം എല്ലാവർക്കും മാന്യമായ രീതിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഉസ്താദിൻ്റെ കച്ചവടം ഇനിയുമേറെ മെച്ചപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും. ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. എന്നാൽ ആ ഒരു പോസ്റ്റിന് താഴെ ഒരു മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തെറി അഭിഷേകവും വർഗീയ അധിക്ഷേപങ്ങളുമായിരുന്നു സംഘികൾ നടത്തിയത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ കച്ചവടത്തിനെതിരെ വ്യാപകമായ രീതിയിൽ
സംഘികൾ വിഷം ചീറ്റാൻ തുടങ്ങി. ഉസ്താദ് എന്ന പേര് കണ്ടതോടെ സംഘികൾക്ക് കുരുപൊട്ടാൻ തുടങ്ങി. ഭക്ഷണത്തിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ, കച്ചവടം ചെയ്യുന്ന മനുഷ്യന്റെ മതത്തെ മുൻനിർത്തിയുള്ള അധിക്ഷേപങ്ങൾ, ഒരു സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ, ഇങ്ങനെ പോകുന്നു മനസ്സിൽ വർഗീയത നിറഞ്ഞ സംഘികളുടെ ആ കമന്റുകൾ. അതിൽ 2-3 കമന്റുകൾ ഞാനത് വായിക്കാം. മിക്കവാറും കഫം അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ബിരിയാണി വാങ്ങുമ്പോൾ ബാക്കി പൈസ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുക. താഴെ ഇട്ടിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുനിയരുത്. കുനിഞ്ഞാൽ ഉസ്താദിന്റെ തനിക്കുണം കാണാം. എന്തായാലും തുപ്പിയിട്ടുണ്ടാകും. വലിച്ചു വാരി തിന്നോ, കള്ളപ്പണം വെളുപ്പിക്കൽ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മയക്കുമരുന്നോ ജനറേഷൻ നശിപ്പിക്കുന്ന ഗുളികകളോ കാണും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണും പ്രസവിക്കില്ല ഇവന്റെ ബിരിയാണി കഴിച്ചാൽ. ഇവൻ കൊടുക്കുന്ന ഫുഡിൽ അതിനുള്ള വകയുണ്ട്. ഹിന്ദുക്കളാരും അത് കഴിച്ച് തലമുറകൾ ഇല്ലാതാക്കണ്ട. നോക്കിയിട്ട് നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല, കേരളത്തിലാണ് ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ്റെ ഉപജീവനത്തിന് നേരെ ഇത്രയും ക്രൂരമായ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത്. ഒരാളുടെ പേരും മതവും നോക്കി അയാളെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെടുന്ന സംഘികളുടെ മാനസികാവസ്ഥ എത്രത്തോളം അപകടകരമാണെന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ വിദ്വേഷ പ്രചാരകർ ലക്ഷ്യമിടുന്നത് കേവലം ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഐക്യത്തെയും മതേതര സംസ്കാരത്തെയുമാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നിരന്തരം നോക്കിയിരിക്കുന്ന ചില ശക്തികളുടെ അജണ്ടയാണിത്. സംഘികൾ ആ മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോഴും മാങ്കാംകുഴിയിലെ നാട്ടുകാർക്ക് സിദ്ദീഖ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ തങ്ങൾക്ക് വർഷങ്ങളായി തങ്ങളുടെ മുന്നിൽ സത്യസന്ധമായി കൊണ്ട് കച്ചവടം നടത്തുന്ന, നല്ല ഗുണനിലവാരത്തിൽ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട ഒരു വ്യക്തിയെന്നാണ്. മഴ പെയ്താലും വെയിലടിച്ചാലും ആ മനുഷ്യൻ അവിടെ ഉണ്ടാകും. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ രാഷ്ട്രീയമോ മതമോ നോക്കിയല്ല വരുന്നത്. വെറും 100 രൂപയ്ക്ക് വയറ് നിറയുമ്പോൾ ആ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതിനെ തകർക്കാൻ ഇത്തരം വർഗീയ വിദ്വേഷം നടത്തുന്ന ഈ സംഘികൾക്കൊരിക്കലും സാധിക്കില്ല. എന്നാൽ സംഘികൾ ഈ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോഴും അത് കണ്ടുകൊണ്ട് നന്മയുള്ള മലയാളികളായ മനുഷ്യർ ഒരിക്കലും മിണ്ടാതിരുന്നില്ല. ആ മനുഷ്യനെതിരെ പിന്തുണയുമായി ഒരുപാട് ആളുകളാണ് രംഗത്തെത്തുന്നത്. ഈ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് കൃത്യമായ മറുപടി കമൻറ്റ് ബോക്സുകളിലൂടെ ആ നല്ലവരായ മനുഷ്യർ തിരിച്ചു നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റി യഥാർത്ഥത്തിൽ ജനങ്ങളെ ഈ കച്ചവടത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക മാത്രമാണ് ചെയ്തത്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ അറിയുന്നില്ല അവർ എത്രത്തോളം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളത്. പന്തളം മാവേലിക്കര റൂട്ടിലൂടെ പോകുന്ന പലരും ഇപ്പോൾ മനഃപൂർവ്വം മാങ്കാംകുഴിയിൽ വണ്ടി നിർത്തി ഈ ബിരിയാണി വാങ്ങി കഴിക്കുകയും സിദ്ദീഖ് എന്ന് പറയുന്ന ആ മനുഷ്യന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കേരളം. ഭക്ഷണത്തിലും പേരും മതവും നോക്കി ഇത്തരത്തിൽ വർഗീയത കലർത്തുന്ന ഈ വിഷവിത്തുകളെ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മാങ്കാംകുഴിയിലെ സിദ്ദീഖാണ് എന്നുണ്ടെങ്കിൽ നാളെ അത് മറ്റേതെങ്കിലും ഒരു സാധാരണക്കാരനായിരിക്കും. അധ്വാനിച്ച് ജീവിക്കുന്നവൻ്റെ നെഞ്ചത്തോട്ട് കയറുന്ന ഇത്തരം പ്രവണതകളെ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കരുത്. മാങ്കാംകുഴിയിലെ ഉസ്താദ് ബിരിയാണി വെറും ഒരു ബിരിയാണി കച്ചവടമല്ല. അത് ഈ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് സാധാരണക്കാരൻ്റെ വയറ് നിറയ്ക്കുന്ന ഒരു നന്മയാണ്. ആ നന്മയ്ക്കൊപ്പം നിൽക്കുക എന്നത് മനുഷ്യത്വമുള്ള ഓരോ മലയാളിയുടെയും കടമയാണ്.